ചികിത്സാ പിഴവ് മൂലം തൃശൂർ തൃക്കൂർ സ്വദേശി സനൂപിന്റെ കൃഷ്ണമണികൾ നീക്കം ചെയ്തുവെന്ന പരാതിയെക്കുറിച്ചുള്ള വാർത്തയിൽ സഹായവുമായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയും തൃക്കൂർ ഗ്രാമപഞ്ചായത്തും. 2023 കാൽമുട്ട് വേദനയ്ക്കുള്ള ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിയ തൃക്കൂർ സ്വദേശി മുളങ്ങാട്ടുപറമ്പിൽ സനൂപിന്റെ ഇരു കണ്ണുകളും നഷ്ടമായെന്നാണ് പരാതി. ജൂലൈ 5-ാം തീയതി ഞാൻ അച്ഛനും ബൈക്ക് ഓടിച്ച് ബുള്ളറ്റ് ഓടിച്ച് മെഡിക്കൽ കോളേജിൽ പോയതാണ്. മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കണ്ടു, അവിടെ അഡ്മിറ്റാക്കി ഇപ്പോൾ കാലിന് മുട്ടിൻ്റെ വേദനയ്ക്ക് പോയതാണ്. അപ്പോൾ അവിടെ അഡ്മിറ്റാക്കിയപ്പോൾ വാർഡിലേക്ക് നടന്നു പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ നടന്നു പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. 4-ാം വാർഡിൽ പോയി കൊള്ളാൻ പറഞ്ഞു. 4-ാം വാർഡിൽ പോയി അവിടെ ഒരു ബെഡില്ലാന്ന് പറഞ്ഞു. ബെഡില്ലാണ്ടായിപ്പോൾ നിലത്ത് തറയിൽ കിടക്കണ്ടായിരുന്നു. തറയിൽ കിടന്ന് അന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രിപ്പ് ഇട്ട് നിലത്തല്ല കിടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും തിരിഞ്ഞൊക്കെ നടക്കുമ്പോൾ സൂചി ഒന്ന് ചെറുതായിട്ടൊന്ന് ഊരിയെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് പുറത്തേക്ക് വന്നു തുടങ്ങി ഞരമ്പീന്ന് വിട്ടിട്ട്. അപ്പോൾ ഡോക്ടറെ പോയി പറഞ്ഞു, ഡോക്ടറല്ല നഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു ഊരി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ വന്നില്ല. പിന്നെയും 2-3 വട്ടം പോയി പറഞ്ഞു, അവർ വന്നില്ല. പിന്നെ നിലത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയപ്പോൾ തന്നെ ഊരിപ്പോന്നു. അത് കഴിഞ്ഞ് ബെഡ് കിട്ടി. അപ്പോഴേക്കും ഈ കയ്യുമ്പോൾ ട്രിപ്പ് ഇട്ട് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി. പിന്നെ ഗ്ലൂക്കോസ് കയറ്റിണ്ടായില്ലേ, ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി ഈ കയ്യുമ്പോൾ ഒരു കറുത്ത പാടായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൈ ആകെ വീർത്തു ആകെ നീര് വന്നിട്ട് പിന്നെ എൻ്റെ ബോധം പോയി. പിന്നെ എനിക്ക് ICUവിൽ ഇടയ്ക്കിടെ കുറച്ച് നേരം ഓർമ്മ വരും. പിന്നെ കണ്ണ് മിഴി കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്ട്രക്ചറിൽ കൊണ്ടുപോയിട്ട് കണ്ണെടുത്ത് കളയണത് ഓർമ്മയുള്ളൂ. കണ്ണിങ്ങനെ കുത്തിയെടുക്കണത്. അപ്പോൾ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ കാലിലിട്ട് കുറേ അടിച്ച് അയ്യോ വേദന എടുക്കുന്ന ഇപ്പൊ കഴിയുമെന്ന് പറഞ്ഞിട്ട് ഇതെടുത്തിട്ട് നല്ല വേദന എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഇതെടുത്തുണ്ട്. മുട്ടുവേദനയ്ക്കുള്ള ചികിത്സയ്ക്കിടെ എന്താണ് സംഭവിച്ചതെന്ന് സനൂപിനും കുടുംബത്തിനും ഇനിയും മനസ്സിലായിട്ടില്ല. അച്ഛനും അമ്മയും 1-ാം ക്ലാസ്സുകാരനായ മകനുമടങ്ങുന്ന കൊച്ചു കുടുംബത്തിൻ്റെ എല്ലാമായിരുന്നു സനൂപ്. ടൈൽസ് പണിക്ക് പോയാണ് സനൂപ് കുടുംബം നോക്കിയിരുന്നത്. മുട്ടുവേദന കുത്തിയിരുന്ന് ജോലിയെടുക്കുന്നതിന് തടസ്സമായി മാറിയതോടെ ചികിത്സിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് സ്വന്തമായി ബൈക്ക് ഓടിച്ചാണ് സനൂപ് പോയത്. എന്നാൽ ആ യാത്ര എന്നേക്കുമുള്ള കൂരിരുട്ടിലേക്കാകുമെന്ന് സനൂപ് കരുതിയില്ല. ആശുപത്രിയുടെ തറയിൽ കിടത്തി ആദ്യം മുട്ടുവേദനയ്ക്കുള്ള ചികിത്സ തുടങ്ങി. കയ്യിൽ കാനുല ഇട്ട സ്ഥലത്ത് വേദനയും തടിപ്പും അനുഭവപ്പെട്ടതോടെ നഴ്സുമാരോട് പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. അപ്പോഴേക്കും കയ്യിലാകെ അണുബാധ പടർന്നിരുന്നു. ഓർമ്മ മങ്ങി. വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നു തുടങ്ങിയപ്പോൾ ICUവിലേക്ക് മാറ്റുകയായിരുന്നു. സനൂപിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ആശുപത്രി അധികൃതർ കുടുംബത്തോട് ഒന്നും പറഞ്ഞില്ല. പിന്നീട് കണ്ണിന് ശസ്ത്രക്രിയ വേണമെന്നറിയിച്ചു. ശസ്ത്രക്രിയയ്ക്കായുള്ള സമ്മതപത്രത്തിൽ അബോധാവസ്ഥയിലായിരുന്ന മകന്റെ കൈ കൂട്ടിപ്പിടിച്ച് സനൂപിന്റെ അമ്മ വത്സല ഒപ്പിടിയിപ്പിച്ചു. ഇരു കൃഷ്ണമണികളും നീക്കം ചെയ്യാനായുള്ള ശസ്ത്രക്രിയയാണെന്ന് എഴുത്തും വായനയും അറിയാത്ത വത്സലയ്ക്ക് മനസ്സിലായില്ല. ആരും പറഞ്ഞും നൽകിയില്ല. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കണ്ണിൻ്റെ കെട്ടഴിച്ചപ്പോഴാണ് കുടുംബവും സനൂപും ഈ വിവരം അറിയുന്നത്. തുടർന്നുള്ള സനൂപിൻ്റെ ജീവിതം ഇരുട്ടിലായി. കുടുംബം ദുരിതത്തിലായി. അച്ഛൻ ചന്ദ്രന് പ്രായമായി ജോലിക്ക് പോകാൻ കഴിയില്ല. അമ്മ വത്സലയാണ് വീട്ടുജോലിക്ക് പോയി കുടുംബം നോക്കുന്നത്. കുടുംബത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയാണ് തൃക്കൂർ ഗ്രാമപഞ്ചായത്തും കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയും സഹായഹസ്തവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സനൂപിന്റെ വീട്ടിൽ നേരിട്ടെത്തിയാണ് പഞ്ചായത്ത് അധികൃതരും അനിൽ അക്കരയും സഹായം ഉറപ്പു നൽകിയത്. സനൂപിന് പരമാവധി സഹായങ്ങൾ ചെയ്തു നൽകുമെന്ന് അനിൽ അക്കര വ്യക്തമാക്കി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ഇവിടുത്തെ പാർട്ടി ഭാരവാഹികളും പറഞ്ഞനുസരിച്ചാണ് ഇന്ന് ഇവിടെ എത്തിയത്. 2 ദിവസമായി നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്ന വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലത്തിലെ MLA ആയിരുന്നു മുൻപ് ഈ 5 വർഷക്കാലം. അപ്പം അതിൻ്റെ കൂടി ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടത്. ഈ സനൂപിൻ്റെ ചികിത്സയുമായി തുടർ ചികിത്സ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് അതിൻ്റെ നടപടികളിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ തന്നെ വ്യക്തിപരമായ രീതിയിൽ മുൻകൈ എടുക്കും. മറ്റ് ഇവരുടെ സാമൂഹ്യപരമായ കാര്യങ്ങൾ, ഈ കുടുംബത്തിൻ്റെ മറ്റ് സാമ്പത്തികവും അതുപോലെ തന്നെ സാമൂഹ്യപരമായ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം
ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. ചികിത്സയ്ക്ക് വേണ്ടിയും നിയമപരമായുമുള്ള എല്ലാ സഹായവും നൽകുമെന്നും മുൻ MLA അറിയിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ഇരുന്ന സ്ഥലത്തെ ജനപ്രതിനിധിയായിരുന്ന തന്റെ ഉത്തരവാദിത്തമാണെന്നും അനിൽ അക്കര പറഞ്ഞു. സനൂപിന്റെ കുടുംബത്തിനുള്ള സഹായം ഉറപ്പാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസും വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടികയും പറഞ്ഞു. ഇവിടെ പ്രായമായ അച്ഛനും അമ്മയും ഒരു വയസ്സുള്ള ഒരു മകനുമാണ് അടങ്ങുന്നതാണ് ഈ കുടുംബം. പക്ഷെ അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഈ കുടുംബത്തിന് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഈ അമ്മയ്ക്ക് വീട്ടുജോലിക്ക് പോയിട്ട് വേണം ആ കുടുംബം പോറ്റാൻ. സനൂപിനെ കൊണ്ട് ഒന്നും ആവാത്ത അവസ്ഥയാണ്. കാരണം 2 കണ്ണും പൂർണ്ണമായും കാഴ്ചശേഷി നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. കാലിന്റെ മുട്ടിന് വേദനയുമായി വന്ന ഒരാൾക്ക് കണ്ണ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതിന് ശക്തമായ നടപടികൾ എടുക്കണം. അതിന് കുറ്റക്കാരായവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുന്നതോടൊപ്പം തന്നെ ആവശ്യമായ നഷ്ടപരിഹാരവും അവരുടെ കുടുംബത്തിന് കഴിയാവുന്ന നഷ്ടപരിഹാരം കൂടി സർക്കാർ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. തൃക്കൂർ പഞ്ചായത്ത് ആ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാനും ബാധ്യസ്ഥരാണ്. അത് തൃക്കൂർ പഞ്ചായത്ത് ആ കാര്യങ്ങളിൽ അവർ ചികിത്സയുമായി ബന്ധപ്പെട്ടും അവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ വിവരങ്ങൾ തിരക്കിയും രോഗവിവരങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചുമാണ് അനിൽ അക്കര മടങ്ങിയത്. സന്ദീപ് കണിയത്ത്, മോഹനൻ തുഴൂക്കാട്ട്, സനൽ മഞ്ഞളി, കല്ലൂർ ബാബു, പ്രഭനൻ ചുണ്ടേലപ്പറമ്പിൽ, സൈമൺ നമ്പാടൻ, ജെറോം ജോൺ എന്നിവരും കോൺഗ്രസ് നേതാവിനോടൊപ്പം കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു.